ഈ രാജ്യം നിങ്ങളുടെ അപ്പൻ്റെ വകയല്ല. രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തെ നാടുകടത്താൻ മൂർച്ച കൂട്ടിയ ഫാസിസ്റ്റ് വർഗീയ കോമരങ്ങൾക്ക് നേരെ പാർലമെന്റിൽ ചൂണ്ടുവിരലുയർത്തി ഗർജിച്ചവൾ, ചടുലമായ വാക്കുകളാൽ വിഷച്ചീളുകളെ മൗനിയാക്കിയവൾ മഹുവ മൊയ്ത്ര. അവൾ തിരിച്ചു വരികയാണ്. ഒരിക്കൽ കൂടി പാർലമെന്റിൽ അനീതികൾക്കെതിരായ ചൂണ്ടുവിരലാവാൻ. പാർലമെന്റിലും പുറത്തും എന്നും BJPയുടെ പേടി സ്വപ്നമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവായ മഹുവ മൊയ്ത്ര. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടക്കം ഒരുപാട് തവണ അവർ ചോദ്യമുനയിൽ നിർത്തിപ്പൊരിച്ചിട്ടുണ്ട്. സംഘപരിവാറിനെതിരെ നിരന്തരം പാർലമെന്റിൽ സംസാരിച്ചതിൻ്റെ പേരിൽ ഭരണകൂടം സഭയിൽ നിന്ന് പുറത്താക്കിയതാണ്. ഒരു പിൻവാതിൽ പുറത്താക്കലായിരുന്നു അത്. ചോദ്യത്തിന് കോഴ വാങ്ങിയെന്ന് ആരോപിച്ചായിരുന്നു ഇവരുടെ MP സ്ഥാനം എടുത്തു കളഞ്ഞത്. പിന്നീട് നീതി ചോദിച്ച് കോടതികൾ കയറി ഇറങ്ങിയപ്പോൾ നീതിപീഠം പോലും അവർക്ക് നേരെ മുഖം തിരിച്ചു. പതിവ് പോലെ കേന്ദ്രം ED പൂട്ടുമായി രംഗത്തെത്തി. വീട്ടിൽ നിരന്തരം EDയും CBIയും കയറി ഇറങ്ങി. എന്നാൽ ഒരു പൂട്ടിനും തന്നെ തളക്കാനാവില്ലെന്ന് അവർ തെളിയിച്ചു. പശ്ചിമ ബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്ന് 57,083 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയത്തിളക്കവുമായാണ് ആ മഹുവ മൊയ്ത്രയുടെ തിരിച്ചുവരവ്. അസമിൽ തേയിലത്തോട്ടം തൊഴിലാളികളുടെ മകളായാണ് മഹുവയുടെ ജനനം. കൊൽക്കത്തയിലെ പ്രൈമറി സെക്കൻഡറി സ്കൂൾ കാലത്ത് തന്നെ പഠനത്തിൽ മികവ് തെളിയിച്ചു. മൊസാജൂസ്റ്റിലെ മൗണ്ട് ഹോളിയോക്കെ കോളേജിൽ ഗണിതശാസ്ത്രത്തിൽ ബിരുദ പഠനം നടത്താൻ സ്കോളർഷിപ്പ് സ്വന്തമാക്കി. അവിടെ പഠനത്തിന് ശേഷം ന്യൂയോർക്കിലും ലണ്ടനിലും വൻ ശമ്പളത്തിൽ JP മോർഗനിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറായി ജോലി ചെയ്തു. JP മോർഗൻ ചോയ്സിന്റെ വൈസ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതാണ് മഹുവ മൊയ്ത്ര. രാഹുൽ ഗാന്ധിയുമായുള്ള ബന്ധത്തിലൂടെ യൂത്ത് കോൺഗ്രസ് അംഗമായി തുടക്കം. ബംഗാളിൽ കോൺഗ്രസ് നടത്തിയ ആം ആദ്മി കാ നിപാഹി പരിപാടിയുടെ ചുമതല മഹുവയിൽ ഏൽപ്പിച്ചു രാഹുൽ. പിന്നീട് 2010 തൃണമൂൽ കോൺഗ്രസിലേക്ക് കൂടുമാറ്റം. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ബംഗാളിലെ CPM ഭരണം അവസാനിപ്പിച്ച് മമതാ ബാനർജി ചരിത്ര വിജയം നേടുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഈ കൂടുമാറ്റം. 2016 തെരഞ്ഞെടുപ്പിൽ നദിയ ജില്ലയിലെ കരീംപൂരിൽ മത്സരിച്ച് മികച്ച ഭൂരിപക്ഷത്തിൽ ബംഗാൾ നിയമസഭയിൽ. പിന്നീട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റിലേക്ക്. എന്നും BJPക്കെതിരെ ആഞ്ഞടിച്ച നേതാവാണ് മഹുവ മൊയ്ത്ര. BJPക്ക് കീഴിൽ രാജ്യം ഫാഷിസത്തിലേക്ക് പോവുകയാണെന്ന് തീപ്പൊരി പ്രസംഗവുമായിട്ടാണ് അവർ പാർലമെന്റിൽ വരവറിയിച്ചത്. ഈ പ്രസംഗം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. പിന്നീട് അങ്ങോട്ട് നിരന്തരം സർക്കാരിനെ വിമർശിച്ച് മഹുവ മുൻനിരയിൽ തന്നെ നിലയുറപ്പിച്ചു. പലപ്പോഴും ചോദ്യശരങ്ങളെറിഞ്ഞ് BJP സർക്കാരിനെ കുഴക്കി ഈ പെൺപുലി. ഫിനാൻഷ്യൽ ബില്ലുകൾ, പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ, ടാക്സേഷൻ ലോ, പൊതുമേഖല പെട്രോളിയം കമ്പനികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആധാർ, UAPA തുടങ്ങി നിരവധി വിഷയങ്ങളിലെ മഹുവയുടെ ഇടപെടലുകൾ ഗവൺമെന്റിന് തലവേദനകൾ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ എന്ന നിലയിൽ സാമ്പത്തിക ഇടപാടുകളിലെ സങ്കീർണതകൾ മനസ്സിലാക്കുന്നതിൽ വലിയ പ്രയാസം ഒന്നുമുണ്ടായിരുന്നില്ല മഹുവക്ക്. മോദി ഭരണകാലം ഗൗതം അദാനിക്ക് രാജ്യത്തിന്റെ പൊതുസമ്പത്ത് കൊള്ളയടിക്കുവാനുള്ള സുവർണകാലമായി മാറുകയാണെന്ന അവർ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടി. ഒഡീഷയിലെ ധാങ്ക തുറമുഖം എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് അദാനി കൈക്കലാക്കിയതിനെ എല്ലാ രേഖകളുടെയും പിൻബലത്തോടെ പാർലമെന്റിൽ ചോദ്യം ചെയ്ത അന്ന് തൊട്ട് മഹുവ നരേന്ദ്രമോദിയുടെയും അദാനി സാമ്രാജ്യത്തിൻ്റെയും കണ്ണിലെ കരടായി മാറിക്കഴിഞ്ഞിരുന്നു. ഒടുവിൽ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുമ്പോഴും BJPയെ കടന്നാക്രമിച്ചാണ് അവർ ഇറങ്ങിയത്. ഇത് നിങ്ങളുടെ അവസാനമാണ്, ഞങ്ങൾ തിരിച്ചു വരും, നിങ്ങളുടെ അവസാനം കാണുകയും ചെയ്യും, അവർ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി. മഹുവ മൊയ്ത്രയുമായുള്ള മത്സരം അഭിമാന പ്രശ്നമായിരുന്നു BJPക്ക്. 18ാം നൂറ്റാണ്ടിലെ ബംഗാൾ രാജാവിൻ്റെ പിൻഗാമിയും കൃഷ്ണനഗറിലെ രാജ്മാത എന്നറിയപ്പെടുകയും ചെയ്യുന്ന അമൃത റോയിയെയാണ് അവർ മഹുവക്കെതിരെ രംഗത്തിറക്കിയത്. എന്നാൽ ഏത് രാജാവിനേക്കാളും രാജമാതാവിനേക്കാളും രാജഭക്തിയേക്കാളും വലുതാണ് ജനശക്തി എന്ന കൃഷ്ണനഗറിലെ സാധാരണക്കാർ തെളിയിച്ചു. ഫാഷിസത്തെക്കാൾ ശക്തമാണ് ജനാധിപത്യമെന്ന് ആ ജനത ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതെ,
തന്നെ സ്നേഹിച്ച ഒരു ജനത പകർന്നു നൽകിയ കരുത്തിൽ തന്നെ അധിക്ഷേപിച്ചും പരിഹസിച്ചും ഇറക്കിവിട്ട അതേ പാർലമെന്റിലേക്ക് അവൾ തല ഉയർത്തി നട്ടലോടെ തിരികെ വരികയാണ്. കയ്യിൽ തെളിവുകളും രേഖകളും അടങ്ങുന്ന അതേ ഫയലുകളുമായി നാവിൽ തീക്ഷ്ണമായ വാക്കുകൾ ഒളിപ്പിച്ചു വെച്ച് ഇന്ത്യൻ ജനതയുടെ കരുത്തുറ്റ ശബ്ദമായി ചോദ്യങ്ങൾ ചോദിക്കാൻ, അനീതിക്ക് നേരെ വിരലുയർത്താൻ.